താനിങ്ങനെ കരയാതെ, ഞാനുണ്ടല്ലോ കൂടെ. ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എല്ലാ ദുഃഖവും മറന്നു പോവാ. ഇവിടുന്ന് എനിക്ക് വലിയൊരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നുന്നു. വിഷമിക്കാതെ, മുത്തച്ഛനൊന്നും വരില്ല. പരദേവത നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നീ എന്തിനാ മോളെ തനിച്ചിവിടെ വന്നിരുന്ന് കരയുന്നത്? നിന്റെ കൂട്ടുകാരൻ മുത്തശ്ശന്റെ അടുത്തിരിപ്പുണ്ട്. നീ അങ്ങോട്ട് വാ. ആരുവിധങ്ങോട്ട് പോയി? ഇത്രയും നേരം എന്റെ അടുത്ത് ഉണ്ടായിരുന്നാണല്ലോ. അവനല്ലേ എന്റെ അടുത്ത് വന്നത്? എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? അത് ഓപ്പോളെ, ഞാൻ ഡോക്ടർ പറഞ്ഞ കാര്യം. ഡോക്ടർ പറഞ്ഞതെല്ലാം നിന്റെ കൂട്ടുകാരി വന്ന് എന്നോട് പറഞ്ഞു. നീ എഴുന്നേറ്റ് വാ, മുത്തശ്ശൻ ഡിസ്ചാർജ് ആയി. വാ മോളെ. യാത്രയുടെ ആവശ്യമില്ലായിരുന്നു. ഈ ട്രീറ്റ്മെന്റ് ഈ സമയത്ത് തന്നെ നടത്തണം നന്ദ. വൈകുന്തോറും നന്ദന്റെ റിക്കവറി പ്രശ്നമാവും. നീ കുറച്ചുനാൾ കൂടി വീട്ടിൽ നിൽക്കാനുള്ള അവസരം ഞാൻ കാരണം ഇല്ലാതാവുമെന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. അത് സാരമില്ല, നന്ദന് വേണ്ടിട്ടല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ അനുവിനെ വിളിച്ചു പറഞ്ഞായിരുന്നോ? ഇതൊക്കെ അവളോട് എന്തിനാ പറയുന്നേ? അവൾക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാ ഇതൊക്കെ. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ഒരു മാസത്തേക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എൻ്റെ ട്രീറ്റ്മെന്റിന് പോകുന്ന കാര്യം നമ്മൾ അവളെ അറിയിച്ചില്ലെന്ന് ഒരു പരാതി പറയാൻ പാടില്ലല്ലോ. ചിലപ്പോൾ പിണക്കൊക്കെ മറന്ന് നമ്മളെ കാണാൻ അവൾ വന്നുകൂടാന്നില്ലല്ലോ. അത് നന്ദന്റെ തോന്നല, അനു വരെയൊന്നുമില്ല. പക്ഷെ അവള് വരാതിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ അവൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കാൻ തയ്യാറായതല്ലാതെ ഇന്ന് ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അത് മാത്രമല്ല, ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അവളെ അറിയിക്കണം. അപ്പോഴാണ് അവൾക്ക് ഈ വീടുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാവുന്നത്. നമ്മൾ അവളോടൊന്നും ഷെയർ ചെയ്യാതിരുന്നാൽ അവൾക്ക് അപരിചിതരായ രണ്ട് വ്യക്തികൾ മാത്രമായിട്ട് തീരും നമ്മൾ. അതൊന്നും അല്ലല്ലോ ജീവിതം. അനു അകന്നു പോകുന്തോറും നമ്മൾ അവളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. നന്ദ, എത്ര ശ്രമിച്ചിട്ടും അവൾ അടുക്കുന്നില്ലല്ലോ. അവളോട് സംസാരിക്കുന്നത് തന്നെ എനിക്കിപ്പോ വലിയ മടുപ്പായി തുടങ്ങി. തോറ്റുകൊടുക്കേണ്ടവരല്ലേ നമ്മൾ. അനു നമ്മളെ അന്വേഷിച്ച് വന്നാലും ഇല്ലെങ്കിലും നീ ഇക്കാര്യം അവളെ വിളിച്ചൊന്നറിയിക്കേ. ശരി, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അവൾക്ക് തോന്നുവാണെങ്കിൽ വരട്ടെ, നിർബന്ധിക്കാനാവില്ല. ഏയ്, നിർബന്ധിക്കൊന്നും വേണ്ട, അറിയിച്ചാൽ മാത്രം മതി.
അമ്മ ഇപ്പൊ ഇങ്ങനെ എന്തിനാ വിളിക്കുന്നത്? അവരിതുവരെ സിംഗപ്പൂരിലേക്ക് പോയില്ലേ? എന്താ അമ്മ? നീ എവിടെയാ? ഞാൻ സൂര്യമംഗലത്താ. അവിടെ എന്തിനാ പോയത്?